അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കൈവിടാതെ ചൊല്ലേണ്ട ഒരു ദിക്റാണ്. കാരണം അതിൻ്റെ മഹത്വം വല്ലാത്ത അത്ഭുതമാണ്. വല്ലാത്ത മഹത്വമുള്ള മുത്തായ തങ്ങളവിടുന്ന് പഠിപ്പിച്ച അത്ഭുത ദിക്ർ. എല്ലാ ദിവസവും രാവിലെ ഒരു തവണ, അതേപോലെ തന്നെ വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഗ്‌രിബ് വാങ്ങിന് തൊട്ട് മുമ്പായ ഒരു തവണ നമുക്ക് ചൊല്ലാൻ കഴിയണം. എങ്കിൽ അങ്ങനെ ചൊല്ലിയാൽ ഒരാൾക്ക് അങ്ങനെ ചൊല്ലാനുള്ള തൗഫീഖ് ലഭിച്ചാൽ ലഭിക്കുന്ന മഹത്വം വല്ലാത്ത അത്ഭുതമാണ്. അതായത് ഈ ദിക്ർ ചൊല്ലിയാൽ തങ്ങളവിടുന്ന് പഠിപ്പിക്കുന്നു, ഈ ദിക്ർ من قالها حين يصبح موقنا بها فمات من يومه دخل الجنة ومن قالها حين يمسي موقنا بها فمات من ليلته دخل الجنة. ഒരാൾ നല്ല വിശ്വാസത്തോടു കൂടെ പ്രഭാത സമയത്ത് ഈ ദിക്ർ ഒരു തവണ ചൊല്ലുന്നു എങ്കിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ വിധി പ്രകാരം അന്ന് മഗ്‌രിബിന് മുമ്പായി അള്ളാഹു അദ്ദേഹത്തിന് റൂഹ് പിടിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് അവിടെ തങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലിയാൽ പിറ്റേ ദിവസം സുബഹി ആകുന്നതിന് മുമ്പായി അദ്ദേഹം അല്ലാഹുവിന്റെ വിധി പ്രകാരം മരിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നു എന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും അത്ഭുതകരമായ ദിക്ർ. അതുകൊണ്ട് എല്ലാവരും നഷ്ടപ്പെടുത്താതെ ദിവസവും ചൊല്ലണം. എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും ഒന്നും അറിയാത്തവരാണ്. മരണം ഹക്കാണ്, സത്യമാണ്. ഒരിക്കലും ഇവിടെ ശാശ്വതരായി ജീവിക്കേണ്ടവരല്ല. മരിക്കാൻ പ്രായമൊരിക്കലും പരിധിയില്ല. ആർക്കും മരിക്കാം, എപ്പോഴും മരിക്കാം. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്ര റബ്ബിനെ പേടിച്ച് മുത്തഖിയായി ജീവിച്ച് ഈമാനോട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും ഒരു വാക്കുപോലും കൊണ്ട് വേദനിപ്പിക്കാതെ, നോവിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതാണ് ആ ദിക്ർ? അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന നമുക്കൊക്കെ സുപരിചിതമായ അറിയുന്ന ഒരു ദിക്ർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിപ്രകാരമാണ്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഹു ലക ബിനിഅമതിക അലയ്യ വഅബൂഹു ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ദിക്റാണ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്താൻ, നിത്യമാക്കാൻ ശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ.